അവഗണിക്കുകയും അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം മൂലം അവസാനിക്കാതെ നീളുകയാണ്. ഇന്ന് സെപ്റ്റംബർ 11 10 കൊല്ലം മുമ്പ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിൽ തകർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അൽ-ഖ്വയ്ദ വീണ്ടും ആക്രമണം നടത്തും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അമേരിക്കയിൽ നടത്തിയോ എന്ന് എനിക്ക് നിശ്ചയില്ല. കോലഞ്ചേരിയിൽ നടത്തി. ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ്. ഇവിടെ ഒരു നിയമസംഹിതയുണ്ട്. ഈ രാജ്യത്തിന് ഒരു വ്യവസ്ഥാപിത ഘടനയുണ്ട്. ആ ഘടനയിൽ ഇന്നുള്ള സകല അനീതിയെയും തിന്മയെയും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നീതിന്യായ കോടതി എന്ന് പറയുന്നത്. 95 മുതൽ ഈ വിഷയത്തിൽ ഈ കോടതികളിലെ വിവിധ തലങ്ങളിൽ വിവിധ കേസുകളിൽ വാദം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായി. ആ തീരുമാനം ഞാൻ മുമ്പ് പറഞ്ഞ അൽ-ഖ്വയ്ദ സംഘം നടപ്പാക്കിയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് എത്രത്തോളം അനുവദിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഒരു പൗരാണികവും ശ്രേഷ്ഠവുമായ മതത്തിന്റെ വികലമായ വ്യാഖ്യാനത്തിലൂടെയാണ് അമേരിക്കയിൽ ആക്രമണം നടത്തിയതെങ്കിൽ അതുപോലെ തന്നെ പൗരാണികവും വിശുദ്ധവും ശ്രേഷ്ഠവുമായ ഒരു സഭയുടെ ഒരു മതത്തിന്റെ വികലമായ വ്യാഖ്യാനത്തിലൂടെ കോലഞ്ചേരി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ ഈ ആക്രമണത്തെ നേരിടാൻ ചുമതലപ്പെട്ടയാണ് ഭരണമേഖലയിൽ അത് നിർവഹണ മേഖലയിൽ ഉള്ള ആളുകൾ കൂട്ടുനിന്നുകൊണ്ട് തകിടം മറിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രസംഗത്തെക്കാൾ കൂടുതൽ ആവശ്യം പ്രവർത്തനം. ആ കാര്യത്തിൽ നിങ്ങൾ ആരും പിന്നോട്ട് പോകില്ല എന്ന് ഈ ചാപ്പലിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ദിവസങ്ങളോളം 1.5 ആഴ്ച മുഴുവൻ ഇതിന്റെ പിന്നാലെ ഈ മലങ്കര സഭയുടെ മുഴുവൻ പിന്തുണയോടെ നിന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുമേനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമെന്ന് ഈ സർക്കാരിനറിയാം, ഉദ്യോഗസ്ഥർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതറിയാവുന്ന നിങ്ങളോട് വിശദമായി ഈ കൂടുതൽ പറയേണ്ട കാര്യം എന്ത് ചെയ്യണം എന്ന് പരിശുദ്ധ ബാബാ തിരുമേനി കൽപ്പിച്ച് നിങ്ങളോട് ആവശ്യപ്പെടും. അത് മലങ്കര സഭയുടെ മക്കൾ അനുസരിക്കും. ആ അനുസരിച്ച് പരിശുദ്ധ ബാബാ തിരുമേനിയോട് ഇപ്പോൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം. ഇത് മാത്രം അഭ്യന്തരായ ജില്ലയുമാരെ, ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി വാനാടച്ചൻ ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പർമാരെ, റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം 1995 മുതൽ ഈ സഭയുടെ വ്യവഹാരങ്ങളിലുണ്ടായ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അനുവദിച്ചു തന്ന ന്യായങ്ങൾ, നീതി എപ്പോഴും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ ഓർത്തഡോക്സ് പള്ളി ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ഒരു കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പിൽ വരുത്തുവാൻ തക്കവണ്ണം
തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാവുകയാണ്. കൂടുതൽ ഇക്കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ദീർഘിച്ച് പറയേണ്ടതില്ല. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം സാഹചര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയാം. മലങ്കര സഭയുടെ ഒരു പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇവിടെയുള്ള വിശ്വാസികളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഏത് സാഹചര്യവും നേരിടാൻ തക്കവണ്ണം മലങ്കര സഭ സന്നദ്ധമാണ് എന്ന ഒരു മുദ്രാവാക്യം മനസ്സിന്റെ ഉള്ളിൽ ആളിക്കത്തുന്നത്. മാത്രവുമല്ല, ജനങ്ങളുടെ ഇപ്രകാരമുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിലും അതുപോലെ തന്നെ സഭയുടെ എല്ലാ പിതാക്കന്മാരും ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ സഹിക്കാൻ തയ്യാറാണ്. ഇവിടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് നോക്കി നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നീതി ലഭിക്കുന്നത് വരെയുള്ള ഒരു നിലപാട് നാം സ്വീകരിച്ചേ പറ്റൂ. നീതി നിഷേധിക്കപ്പെടുന്നതിനുള്ള നിലപാട് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. കാരണം മലങ്കര സഭയുടെ പൗരാണികത്വവും അതിൻ്റെ ചിട്ടയും അതുപോലെ തന്നെ നീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും നിലനിൽക്കുകയാണ്. അത് കാറ്റിൽ പറത്തുവാൻ നിവൃത്തിയില്ല. ഈ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളോടൊപ്പം ഞാൻ നിന്നും ഉണ്ടായിരിക്കും. ഈ ഇവിടെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ മലങ്കര സഭയിലെ ഈ പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലുള്ള വിശ്വാസികൾ എന്നും നീതി നിഷേധിക്കപ്പെട്ട് നെടുവീർപ്പിട്ട് കഴിയുന്നവരാണ്. അത് നമുക്ക് അനുവദിച്ചുകൂടാ. കാരണം ഒരുപക്ഷെ അങ്ങനെയുള്ള വഴികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പല വിധത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അത് അനുഭവിക്കുവാൻ സന്നദ്ധമാണ് എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. വളരെ കൂടുതലൊന്നും പറയാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ സഭയുടെ ഈ പ്രധാനപ്പെട്ട ദേവാലയത്തിൽ ഇന്ന് ആരാധന മുടക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് താങ്ങാനാവുന്നതല്ല. അതുപോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള കോടതി വിധിന്യായങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരു മാർഗം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് കേരളത്തിലെ ഭരണാധികാരികളും ജില്ലാ ഭരണാധികാരികളും ഇക്കാര്യത്തിലെ ഒരു നിസ്സംഗതാഭാവം പുലർത്തരുത് എന്നാണ് മലങ്കര സഭയുടെ ആവശ്യം. അത് ഗവൺമെന്റിനോട് ഞങ്ങൾ വളരെ ശക്തമായി അത് ആവശ്യപ്പെടുകയാണ്. നീതി നടത്തുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു നിസ്സംഗതയോടെ മാറി നിൽക്കരുത്. അത് പലപ്പോഴും വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അത് മാത്രമാണ് ഈ തരുണത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഞാൻ ഇവിടെ വാക്കുകൾ ചുരുക്കുകയാണ്. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നീതി ലഭിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. മാത്രമല്ല അത് മാത്രവുമല്ല, ഇവിടെ നീതി ലഭിക്കുന്നത് വരെ ഒരു നിരാഹാര സമരം
സൂചന മാത്രം ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിൽ ഞങ്ങൾ പച്ചടി പൊട്ടും സ്തംഭിപ്പിക്കും നിശ്ചലമാകും ഭരണക്കാരെ സൂക്ഷിച്ചോ ഉമ്മൻചാണ്ടി സൂക്ഷിച്ചോ കാക്കിപ്പുഴകൾ ഉലക്കട്ടെ കേട്ടില്ല. എനിക്ക് ജ്യോതിഷം മാമ്പാക്കുടയിൽ കബറിങ്കൽ നമ്മുടെ ബാബായാണെങ്കിൽ അക്കബറാണ് കട്ടായം ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ സൂചന മാത്രം ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിൽ കയറി മാറ്റും ഞങ്ങൾ ഭരണക്കാരെ ഓർത്തോളൂ ഉമ്മൻചാണ്ടി സൂക്ഷിച്ചോ കാലം മാറും ഭരണം മാറും അരമന തോറും തെണ്ടി നടന്നു മെത്രാന്മാരുടെ കാല് പിടിച്ച് അധികാരത്തിൽ കയറിയപ്പോൾ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ നീതി നടത്താൻ കഴിവില്ലെങ്കിൽ രാജിവെക്കട പുറത്തു പോകൂ ആരെയും അട്ടിമറിക്കാനല്ല ആരോടും പക പോക്കാനല്ല അവകാശങ്ങൾ നേടാനാണ് ഈ സമരം ജയ് ജയ് കാതോലിക്കോ